ഫസ്റ്റ് തുടങ്ങുന്നത് പാസേജ് ആണെങ്കിൽ ഒരു 5ഓ 6ഓ ക്വസ്റ്റ്യൻസ് പാസേജിന്റെ അടിയിൽ നിന്നുണ്ടാവും. അപ്പോൾ തുടങ്ങുന്നത് തന്നെ പാസേജ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ 7ാമത്തെയോ 8ാമത്തെയോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാര്യം എന്താ, ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇംഗ്ലീഷിലാണ്. ഹായ് ഓൾ, എൻ്റെ പേര് പ്രണവ്. ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ SSC RRB NICLിലെ ഫാക്കൽറ്റിയാണ്. സോ 2026 ഇപ്പോൾ NICL അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാം ഡേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. 27th ഓഗസ്റ്റിനാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ NICL അസിസ്റ്റൻ്റ് കോൾ ലെറ്റർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് 2024ലാണ്. അപ്പോൾ ആ NICL അല്ലെങ്കിൽ 2024 NICL അസിസ്റ്റൻ്റ് പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്യണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് അല്ലെങ്കിൽ അതെങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അതിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ്, 60 മിനിറ്റ് ആണുള്ളത്. ഓരോ സെക്ഷനും 20 മിനിറ്റ് വെച്ചിട്ടാണ് ഉള്ളത്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സും റീസണിങ്ങും ആയിക്കോട്ടെ 35 ഈച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് മാത്സ് 35, റീസണിങ് 35, ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്താൽ മാക്സിമം അറ്റംപ്റ്റ് പിടിക്കാം, അല്ലെങ്കിൽ മാക്സിമം അക്യുറസിയിൽ മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ഏത് സെക്ഷനിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇംഗ്ലീഷാണ് ഫസ്റ്റ്, അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ 20 മിനിറ്റ് ആണ് ഇംഗ്ലീഷിൻ്റെ സെക്ഷനുള്ളത്, 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അതിലിപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ചിലവർക്ക് ഞാൻ പറയുണ്ടായി പാസേജ് ടഫായ കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ പാസേജിൽ നിന്ന് ആൻസർ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് പാസേജ് ആണെങ്കിൽ ഒരു 5ഓ 6ഓ ക്വസ്റ്റ്യൻസ് പാസേജിൻ്റെ അടിയിൽ നിന്നുണ്ടാവും. അപ്പോൾ തുടങ്ങുന്നത് തന്നെ പാസേജ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ 7ാമത്തെയോ 8ാമത്തെയോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2, 3, 4 എന്ന് ക്ലിക്ക് ചെയ്ത് 5 to 6 സെക്കൻഡ്സ് കളയാതെ എന്ത് ചെയ്യുക, നേരെ 8th or 9th ക്വസ്റ്റ്യനിലേക്ക് പോവുക, അല്ലെങ്കിൽ 7th or 8th ക്വസ്റ്റ്യനിലേക്ക് പോവുക. നമ്മുടെ എറർ കറക്ഷൻ, പിന്നെന്താ ക്ലോസ് ടെസ്റ്റ്, മിസ്പെൽഡ് വേർഡ് ഏതാ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഒരു 23 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 4-5 മിനിറ്റ് പിന്നെയും സ്പെയർ ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾ പോയി പാസേജിൽ എന്ത് ചെയ്യുക, പാസേജ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താ, പാസേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവർ, അല്ലെങ്കിൽ പാസേജ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നവർ ആ ലാസ്റ്റ്, അതായത് നിങ്ങളിപ്പോൾ ഒരു 23 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി ഒരു 7 എണ്ണം കൂടി ഉള്ളൂ, 4 മിനിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വായിച്ച് പയ്യെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ വായിച്ച് പയ്യെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നേരെ മറിച്ച് ആദ്യമേ പാസേജ് ചെയ്തു, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 3-4 മിനിറ്റ് എടുത്താൽ നിങ്ങൾ പാനിക് ആവാൻ തുടങ്ങും. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാര്യം എന്താ, ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് വീക്ക് ആയാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അറ്റംപ്റ്റ് കുറഞ്ഞാൽ, ഒരു 25 അടിയിൽ ഇംഗ്ലീഷിൻ്റെ അറ്റംപ്റ്റ് വന്നാൽ നമ്മൾ പാനിക് ആവും. കാര്യം എന്താ, മാത്സും റീസണിങ്ങും അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ക്ലിയർ? ഞാൻ ലൈവിൽ ഇന്നലെ പറയുണ്ടായി, അതായത് നമ്മളൊരു റിലേ 4x400 മീറ്റർ റിലേ ഓടുമ്പോൾ ആദ്യം ഓടുന്ന ആള് ഒരു ലീഡ് പിടിച്ചില്ല, അല്ലെങ്കിൽ ആദ്യം ഓടുന്ന ആള് നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തില്ല, അയാൾ ഭയങ്കര ബാക്കിലാണെങ്കിൽ സെക്കൻഡും തേർഡും ഫോർത്തും ഓടുന്ന ആൾക്കാർക്ക് എന്താവും, പ്രഷർ ആവും അവരല്ലേ. കാര്യം എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് ഓടിയ ആള് കറക്റ്റ് ലീഡ് വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരത് ഓവർകം ചെയ്യണം അല്ലേ. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അവർ പ്രഷറൈസ്ഡ് ആവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രോപ്പർ ആയില്ലെങ്കിൽ നമ്മൾ റീസണിങ്ങിലും മാത്സിലും അത്രത്തോളം അറ്റംപ്റ്റ് വരണം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ടെക്നിക്ക് അതാണ്. പാസേജ് ഓക്കെ ആയിരുന്നവർ പാസേജിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവുക. ക്ലിയർ? രണ്ടാമത് വരുന്നത് ഇനി റീസണിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, റീസണിങ്ങിൽ പസിൽസ് നമ്മൾക്കൊരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാവണം. നമ്മളെങ്ങനെ, അതായത് നമുക്ക് ലീനിയർ ആണോ, സർക്കുലർ ആണോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ബോക്സ് ആണോ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ, ഇതിൽ ഏതാണ് നമ്മൾ സ്ട്രോങ് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ചിലർക്ക് ലീനിയർ ഓക്കെ ആണ്, ചിലർക്ക് സർക്കുലർ ആണ് ഓക്കെ, ചിലർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓക്കെ. ഇപ്പം എൻ്റെ പേഴ്സണലി പറഞ്ഞാൽ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഫ്ലോർ ആണ് എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ, എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടുന്നത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്ലോർ ആണ്. ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് ആദ്യമേ പോകും. അല്ലെങ്കിൽ സിലോജിസം, അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റി, കോഡിംഗ്, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, ഇതിൽ ഏതൊക്കെയാണ് വരുന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ എന്താ പറയുക, ലീനിയറിൽ നോർത്തും സൗത്തും ആയിട്ട് പാരലലായിട്ട് ഇരിക്കുന്നു, അവർ നോർത്തും സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു, അത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവാം. അല്ലെങ്കിൽ ഒരു ലീനിയറിൽ തന്നെ നോർത്തിലേക്കും സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട്, അതൊക്കെ ഇത്തിരി കൺഫ്യൂസിങ് ആവാം.
അല്ലേ? അപ്പോൾ അതൊക്കെ ലാസ്റ്റിലേക്ക് വെക്കുക. അതിലിരുന്ന് കുറേ ടൈം കളയാതെ, അല്ലെങ്കിൽ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ്, അതായത് ഒരു 5 ക്വസ്റ്റ്യൻ ആണുള്ള ഒരു പസിൽ ഉണ്ടാവുക, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുക. അങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്ത പോലെ തന്നെ മാക്സിമം അറ്റംപ്റ്റ് ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ചെയ്ത് വെക്കുക. അതായത് ലാസ്റ്റ്, അതായത് ടോട്ടൽ എത്ര മിനിറ്റ് ഉള്ളത് നിങ്ങൾക്ക്, 20 മിനിറ്റ് ആണ് റീസണിങ്ങിനുള്ളത്. അതിലൊരു 15 മിനിറ്റിൽ മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് വെക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ബാക്കി ആ ലാസ്റ്റ് 5 മിനിറ്റ്സിലേക്ക് വെക്കുക. അപ്പോൾ നിങ്ങളുടെ അറ്റംപ്റ്റ് പയ്യെ കയറുമ്പോൾ നിങ്ങൾക്ക് എന്താവും, കുറച്ചുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഇനി അടുത്ത മാത്സിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്, അവിടെയും 20 മിനിറ്റ്സിൽ 35 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അവിടെ എന്താ നിങ്ങളുടെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ അവിടെ ഫോളോ ചെയ്യേണ്ടത്, 10 സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ 10 സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. ആ 10 ആദ്യമേ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആയി. അതിലൊരു 5 മിനിറ്റിൽ ആ 10 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്പർ സീരീസ് ഒരു 5 അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 5 ക്വസ്റ്റ്യൻ, അതൊരു 2 മിനിറ്റ് 3 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പോകേണ്ടത് DI, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ സെക്ഷനിലേക്കാണ്. ഇതൊന്നും ഓർഡറിലല്ല, ഇത് നമ്മൾ പോയി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഓൺ ദ ട്രോട്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു 15ാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ 25 വരെ സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും. ചിലപ്പോൾ 1 to 5 നമ്പർ സീരീസ്. അപ്പോൾ അത് ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുക. അതായത് നമ്പർ സീരീസ് ആണ് ആദ്യം കാണുന്നത്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ആണ് ആദ്യം കാണുന്നതെങ്കിൽ അത് ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമ്പർ സീരീസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ആയിരിക്കും. 5 to 10 ചിലപ്പോൾ ഏതെങ്കിലും ന്യൂമറിക്കൽ ആയിരിക്കും. അത് ചെയ്യണ്ട, നേരെ സിംപ്ലിഫിക്കേഷനിലേക്ക് പോവുക, DI ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 25 ക്വസ്റ്റ്യൻ നമ്മൾ മാത്സിലായി. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, റേഷ്യോ ഒക്കെ വരുന്നത്. അത് സെലക്ട് ചെയ്ത് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ചാപ്റ്ററിലായിരിക്കും അവർക്ക് കുറച്ചും കൂടി നോളജ് ഉള്ളത്, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റിയ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും. റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ട്രോങ് പോയിന്റ്, ഞാൻ നേരത്തെ പസിലിൽ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും സ്ട്രോങ് പോയിന്റ്സ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യമേ അപ്രോച്ച് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷ് അപ്പോൾ ഒരു 30യുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. റീസണിങ് ആയിക്കോട്ടെ ഒരു 32 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാൻ പറ്റണം. കാര്യം ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു 3 സ്കിപ്പ് ചെയ്യുന്നുള്ളൂ അവിടെ. ക്ലിയർ? അപ്പോൾ 30 ഇംഗ്ലീഷ്, ഒരു 32 റീസണിങ്, മിനിമത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 62 ആയി. മാത്സ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തന്നെ എത്രയായി, 28 അറ്റംപ്റ്റ് ആയി. 10 സിംപ്ലിഫിക്കേഷൻ, 5 നമ്പർ സീരീസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്, 10 DI, അപ്പോൾ 25 ആയി. ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മുടെ ന്യൂമറിക്കൽ സൈഡിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 28, 29, 30 അടുത്ത് മാത്സ് അറ്റംപ്റ്റ് ആയി. അപ്പോൾ ഇംഗ്ലീഷ് 30, റീസണിങ് ഒരു 32, അപ്പോൾ 62, ഒരു 28 അറ്റംപ്റ്റ് മാത്സ് പിടിച്ചാൽ തന്നെ 90 ആയി അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 86.5 ആണ്. ഈ പ്രാവശ്യവും ഏകദേശം 85 to 90 അറ്റംപ്റ്റിൽ കറക്റ്റ് അക്യുറസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ പ്രിലിംസ്. ഓക്കെ, അപ്പോൾ NICL അസിസ്റ്റന്റ് 2026 ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം. താങ്ക്